ഊണിനായിട്ട് ഞങ്ങളെല്ലാവരും പൂക്കളത്തിന് ചുറ്റും നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടനെയാണ് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം തൃക്കേക്കരപ്പനൊന്നും വെച്ചില്ല. നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പൂക്കളം മാത്രം ഇട്ടിട്ടാണ് ഈ പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ കുട്ടിമണികളും ഞാനും ചേച്ചിയും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ പറയാൻ മതി. മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇനി നമുക്ക് പൂക്കളിടുന്ന വിശേഷങ്ങൾ കണ്ടാലോ. ഇതുപോലെയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പൂക്കളിട്ടത്. ചേച്ചിയാണ് പൂക്കളിടുന്നത്. വളരെ ചെറിയൊരു രീതിയിലാണ് ഞങ്ങൾ പൂക്കളിട്ടത്. ഒരുപാട് ഡിസൈനൊന്നും ചെയ്തില്ല. സിമ്പിളായിട്ടൊരു പൂക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ പൂക്കളം ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇല വെട്ടാനായിട്ട് പോവാണ്. ഊണ് കഴിക്കാനായിട്ട് ഇല വേണ്ടേ. അപ്പോഴാണ് നമ്മുടെ അനിച്ചേട്ടൻ്റെ അണ്ണാനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇത് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇല വെട്ടാനായിട്ട് പോയിട്ടാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇലയൊക്കെ വെട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ചായക്കടയുണ്ട്. അപ്പുച്ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും കഴിക്കാൻ ആവശ്യത്തിനുള്ള വാഴയിലൊക്കെ വെട്ടി ഞാനും അച്ചുമോളും ശ്രീകുട്ടനും കൂടി നടന്ന് വീട്ടിലേക്ക് വരാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ അകത്തേക്ക് വന്നു. ഇനി നമുക്ക് സദ്യ കഴിക്കാനായിട്ട് തുടങ്ങാം. സദ്യയിൽ ആദ്യത്തെ വിഭവങ്ങൾ വിളമ്പിയ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. ആ സമയത്ത് വീഡിയോയുടെ കാര്യം പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നീടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എല്ലാ കറികളും ആദ്യം തന്നെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചോറ് വിളമ്പി കൊടുത്തതും കുട്ടികളെ വിളിച്ചതും. ആദ്യമേ തന്നെ അവർ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, കുട്ടികളല്ലേ. അതുകൊണ്ട് ചോറൊക്കെ എല്ലാവർക്കും ഇലയിൽ വിളമ്പി വെച്ചതിന് ശേഷമാണ് കുട്ടികളെ വിളിച്ചത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഓണമൊക്കെ ആഘോഷിച്ചേ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നാല് ഇലയാണ് നമ്മൾ ഇട്ടേക്കണേ. നമ്മുടെ വീട്ടിൽ 4 കുഞ്ഞു മക്കളാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇലയാണ് ഇട്ട് കൊടുത്തത്. അവരുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാറ്. കണ്ടില്ലേ, എല്ലാ കറികളും ചോറും എല്ലാവരും നമ്മൾ വിളമ്പിക്കഴിഞ്ഞിനി മക്കളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിരിക്കാനായിട്ട് തുടങ്ങി. അച്ചുമോളും മക്കും കുഞ്ഞിനും വന്നു. നമ്മുടെ ശ്രീകുട്ടന് ചെറിയൊരു മടിയായിരുന്നു വന്നിരിക്കാനായിട്ട്. കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് ആൾ വന്നിരുന്നത്. വേറൊന്നുമല്ല, ആൾക്ക് ചോറൊക്കെ നമ്മൾ വാരി കൊടുക്കണം. തന്നെ കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ കുറേ പറഞ്ഞ് അവനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇരുന്നു എന്നുണ്ടെങ്കിലും കഴിക്കാനായിട്ട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചൊന്നല്ല ആളിരിക്കണേ. ഇരിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതേ കുട്ടികൾ ചോറ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയും കറികളാണ് നമ്മൾ ഈ ഓണത്തിന് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പം മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ചെറിയ മടിയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ എല്ലാവരെയും കാണിക്കുന്നില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ ശ്രീകുട്ടന് ഞാൻ ചോറ് വാരിയാണ് കൊടുത്തത്. അവൻ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ചെറിയ മടിയാണ്. ഇനി ഞാനും ചേച്ചിയും കൂടിയും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ വീഡിയോ ആണ് ഇനി കാണുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വ്ളോഗിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.